സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഇറ സിംഗാളിനാണ് ഒന്നാം റാങ്ക്. 2ഉം 8ഉം റാങ്കുകൾ മലയാളികൾ നേടി. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനി ഡോക്ടർ രേണു രാജിനാണ് രണ്ടാം റാങ്ക്. പാരിപ്പള്ളി ESI ആശുപത്രിയിലെ ഡോക്ടറാണ് രേണു. കൊട്ടാരക്കര പൂവറ്റൂരിലെ ഡോക്ടർ ഭരതിന്റെ ഭാര്യയാണ് രേണു. കെ നിധീഷിനാണ് 8ാം റാങ്ക്. രാജ്യത്താകമാനം 4,51,000 പേർ മാറ്റുരച്ച സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 4 റാങ്കുകളും പെൺകുട്ടികൾ പങ്കുവച്ചു. 1ാം റാങ്ക് ഇറ സിംഗാൾ നേടിയപ്പോൾ 2ാം റാങ്കിന് മലയാളി തിളക്കം. ചങ്ങനാശ്ശേരി സ്വദേശിനിയും ഡോക്ടറുമായ രേണു രാജനാണ് 2ാം റാങ്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കിയ രേണു തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലാണ് പരിശീലനം നേടിയത്. രക്ഷിതാക്കളുടെ പ്രോത്സാഹനമാണ് തന്റെ വിജയമെന്ന് രേണു പീപ്പിളിനോട് പറഞ്ഞു. എന്റെ നേട്ടത്തിന് മൊത്തം 100 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ 70 മാർക്കും എൻ്റെ ഫാമിലിക്കുള്ളതാണ്. ബാക്കി 30 ഞാൻ സ്വയം ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ മാത്രം ഒരു സ്വപ്നമല്ല. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ 27 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമാണ്. അവരതിനു വേണ്ടി ചെയ്യാവുന്നതെല്ലാം തന്നെ ചെയ്തു. നിധി ഗുപ്തയ്ക്ക് 3ാം റാങ്ക്. 4ാം റാങ്ക് വന്ദന റാവു നേടിയപ്പോൾ 5ാം റാങ്ക് നേടിയ സുഹർഷ ഭഗത്ത് ആൺകുട്ടികളിൽ ഉയർന്ന റാങ്കിനുടമയായി. ആദ്യ 10ൽ രേണുവിനെ കൂടാതെ 8ാം റാങ്ക് നേടിയ കെ സുധീഷും മലയാളി സാന്നിധ്യം അറിയിച്ചു. ഇവരെ കൂടാതെ 32ാം റാങ്ക് നേടിയ IS മേഴ്സി രമ്യ, 34ാം റാങ്കിൽ S അരുൺരാജ്, 40ാം റാങ്കിൽ ആശ അജിത്ത്, 47ാം റാങ്കിൽ MS പ്രശാന്ത് എന്നിവരും ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിച്ച മലയാളികളായി. ഇക്കഴിഞ്ഞ ഏപ്രിൽ ജൂൺ മാസങ്ങളിലായാണ് വിദ്യാർത്ഥികളുടെ അഭിമുഖം നടന്നത്. അവസാന അഭിമുഖം പൂർത്തിയായി 4 ദിവസത്തിനുള്ളിൽ സിവിൽ സർവീസ് പരീക്ഷാ ഫലം UPSCക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നതും നേട്ടമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമാ മേഖലയെ കേന്ദ്രീകരിക്കുന്നു. സിനിമയുടെ സാങ്കേതിക മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വഞ്ചനാക്കുറ്റത്തിന് ആന്റി പൈറസി സെൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മമ്മൂട്ടി ട്വിറ്ററിലൂടെ പിന്തുണ അറിയിച്ചു. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരുന്ന പ്രേമം എന്ന ചിത്രത്തിന്റെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ പ്രചരിച്ചതിന് ആന്റി പൈറസി സെൽ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നും ഒരു ക്യാമറമാനടക്കം 7 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെയാകാം സെൻസർ കോപ്പി ചോർന്നതെന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളതും. സിനിമയുടെ അവസാന വർക്കുകൾ നടന്ന തിരുവനന്തപുരത്തെയോ ചെന്നൈയിലെയോ സ്റ്റുഡിയോയിൽ നിന്നും ചിത്രം ചോർന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ അവിടുത്തെ ജോലിക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതേസമയം പ്രേമത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേമം ചിത്രത്തിന്റെ നിർമ്മാതാവ് അൻവർ റഷീദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രേമം സിനിമയ്ക്ക് സംഭവിച്ചത് മറ്റൊരു സിനിമയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നിവിൻ പോളി പ്രതികരിച്ചു. പ്രേമം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. സിറ്റുവേഷൻ 50 ദിവസം വരെ എത്തുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും വരും സിനിമകളിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സിനിമാ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിലാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. സിനിമാ രംഗത്തെ വിശ്വാസ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതിലെ കുറ്റക്കാരെ കണ്ടേ മതിയാകൂ. അതിനെതിരായിട്ടുള്ള മാതൃകാപരമായ നടപടിയും ഉണ്ടായേ മതിയാകൂ. ആന്റി പൈറസി വിങ് കേരളത്തിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ആന്റി പൈറസി വിങ് ഈ കാര്യത്തിൽ വളരെ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള നടപടി എടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് സംബന്ധിച്ച് അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. നടപടി എടുക്കും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ കുറ്റക്കാരെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. UDFിനെ രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ പ്രമേയം. UDFിൽ ഘടകകക്ഷികളെയെല്ലാം തുല്യനിലയിൽ കാണാനും നീതി ഉറപ്പാക്കാനും നേതൃത്വം തയ്യാറാകണം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഘടകകക്ഷികളെയെല്ലാം വിശ്വാസത്തിലെടുക്കണം. തീരുമാനങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് ദുരനുഭവമാണെന്നും ജേക്കബ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. മോദി സർക്കാരിനെതിരെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർലമെന്റിനെ മോദി നോക്കുകുത്തിയാക്കുകയാണ്. സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള മോദിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ്. BJPയുടെ അഴിമതി കോൺഗ്രസിന് എതിർക്കാനാകുന്നില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. So the party's internal strength is very important to meet these challenges, and to strengthen the party's internal strength, the party Congress decided that we should rectify our party organization, and for that
a party organizational plenum is going to be held in November. The Central Committee decided subsequently that in November we will hold this plenum. The exact dates that we'll decide later, but around November, beginning December, this organizational plenum will be held in Kolkata in order to give a political signal. ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ കൊണ്ടുവന്ന പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചില്ല. ഗാസ ആക്രമണത്തെ അപലപിക്കുന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകിയിരുന്ന മുൻ നിലപാടിൽ നിന്നാണ് ഇന്ത്യ മലക്കം മറിഞ്ഞത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെ കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ 2014 ഗാസ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നത്. കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 47 രാജ്യങ്ങളിൽ 41 രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തത്. കാലങ്ങളായി പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നിലപാടിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടുകൂടിയാണ് മാറ്റം വന്നു തുടങ്ങിയത്. ഗാസ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പ്രമേയം പാസാക്കണമെന്ന് പ്രതിപക്ഷം നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മോഡി സർക്കാർ വഴങ്ങിയിരുന്നില്ല. വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന ഇന്ത്യൻ നടപടിയെ ഇസ്രായേൽ മാധ്യമങ്ങൾ അഭിനന്ദിച്ചു. പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് മാറ്റം വരുന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് ഇതെന്ന് ഇസ്രായേൽ ദിനപത്രമായ ഹാരറ്റ്സ് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതായും ഹാരറ്റ്സ് ചൂണ്ടിക്കാട്ടി. ഈ വർഷം ഇസ്രായേൽ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനു മുന്നോടിയായാണ് പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഇസ്രായേലിന് എതിരായ പ്രമേയത്തിൽ ഒപ്പുവയ്ക്കാത്തതെന്നും നിരീക്ഷണങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗാസ വിഷയത്തിലുള്ള UN പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് ഇസ്രായേലിനെ പ്രീണിപ്പിക്കാനാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇന്ത്യ പിന്തുടർന്നു വന്ന നയങ്ങളിൽ നിന്നുള്ള പിന്നോട്ടുപോക്കാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. Prime Minister Modi has announced he is going to visit Israel. He will be the first Indian Prime Minister to visit Israel. In preparation for that, India's long-standing solidarity with Palestine is being given up. ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ വന്ന് നിയമ നടപടികൾ നേരിടാൻ തയ്യാറായിരുന്നുവെന്ന് അനുയായി ഛോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. ഈ നീക്കം തടഞ്ഞത് ദില്ലിയിൽ LK അദ്വാനിയുടെ ഇടപെടൽ മൂലമാണെന്നും ഛോട്ടാ ഷക്കീൽ പറഞ്ഞു. എന്നാൽ ഇവരുടെ ഇന്ത്യയിലേക്കുള്ള മടക്കം തടഞ്ഞത് ശരത് പവാറിന്റെ പിടിവാശിയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി രാം ജെഠ്മലാനി വെളിപ്പെടുത്തി. 1993 ബോംബെ സ്ഫോടനത്തിന് ശേഷം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമും അനുയായി ഛോട്ടാ ഷക്കീലും ഇന്ത്യയിൽ വന്ന് വിചാരണ നേരിടാൻ തയ്യാറായിരുന്നു. ഇക്കാര്യം സുപ്രീം കോടതി അഭിഭാഷകനും BJP നേതാവുമായ രാം ജെഠ്മലാനിയെ അറിയിച്ചു. ലണ്ടനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഛോട്ടാ ഷക്കീൽ വെളിപ്പെടുത്തുന്നു. വീട്ടുതടങ്കലിൽ വെച്ച് മാത്രം വിചാരണ നടത്തണം, പോലീസ് ഉപദ്രവിക്കരുത് തുടങ്ങിയ നിബന്ധനകളും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ നിബന്ധനകളൊന്നും അംഗീകരിക്കാനാവില്ലെന്ന് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശരത് പവാർ അറിയിച്ചു. ശരത് പവാറിന്റെ ഈ പിടിവാശിയാണ് അധോലോക നായകന്റെ ഇന്ത്യയിലേക്കുള്ള മടക്കത്തിന് തടസ്സമായതെന്ന് രാം ജെഠ്മലാനി വെളിപ്പെടുത്തുന്നു. എന്നാൽ ദില്ലിയിൽ LK അദ്വാനിയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് ഛോട്ടാ ഷക്കീൽ പറയുന്നു. ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഛോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. ശരത് പവാറിന് പുറമെ മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിയുടെ പേരുകൂടി വന്നതോടെ BJP ദേശീയ നേതൃത്വം കൂടുതൽ വെട്ടിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഓണപരീക്ഷ അനിശ്ചിതത്വത്തിൽ. പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും രണ്ടു തട്ടിൽ. പാഠപുസ്തകങ്ങൾ എത്താത്ത സാഹചര്യത്തിൽ ഓണത്തിന് മുൻപ് പരീക്ഷ നടത്തുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് DPIയും അധ്യാപക സംഘടനകളും. എന്നാൽ വിഷയം വിവാദമായതോടെ മന്ത്രി PK അബ്ദുറബ്ബ് നിലപാട് മാറ്റിയതാണ് ആശങ്കയ്ക്ക് കാരണം. കഴിഞ്ഞ ബുധനാഴ്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് ഓണപരീക്ഷ ഓണത്തിനു ശേഷം മതിയെന്ന് തീരുമാനമെടുത്തത്. സെപ്റ്റംബർ 9 മുതൽ 18 വരെ പരീക്ഷ നടത്താനാണ് യോഗം തീരുമാനിച്ചത്. പാഠപുസ്തകങ്ങൾ ഇനിയും സ്കൂളുകളിൽ എത്താത്ത സാഹചര്യത്തിലാണ് ഓണത്തിനു മുൻപ് ഓണപരീക്ഷ നടത്തുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടിൽ അവർ എത്തിയത്. എന്നാൽ വിഷയം വിവാദമായതോടെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നിലപാട് മാറ്റുകയായിരുന്നു. അത്തരത്തിൽ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്ന് മന്ത്രി PK അബ്ദുറബ്ബ് അറിയിച്ചു. ഇതോടെ വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും രണ്ട് തട്ടിലായി. മന്ത്രിയുടെ നിലപാട് വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്ന് KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. ഈ വർഷത്തെ ഓണപരീക്ഷ എപ്പോൾ നടക്കുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. യഥാർത്ഥത്തിൽ ഈ മന്ത്രിയുടെ പ്രഖ്യാപനം വല്ലാത്ത രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്.
വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി വലിയ തോതിൽ ആശങ്കയിലാക്കുന്ന നടപടികളുമായിട്ടാണ് ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പോകുന്നത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പുസ്തകം ലഭിക്കാത്തതിനാൽ കൃത്യമായി ക്ലാസുകൾ അധ്യാപകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ ഓണത്തിന് ശേഷം മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധ്യാപക സംഘടനകൾ. ഇനിയും 30 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടിയാണ് പൂർത്തിയാകാനുള്ളത്. അത് ഓണത്തിനു മുമ്പ് കുട്ടികൾക്ക് ലഭിക്കാനും സാധ്യതയില്ല. ഓണപരീക്ഷയുടെ കാര്യത്തിലെ അനിശ്ചിതത്വവും വിദ്യാർത്ഥികളെ ഇപ്പോൾ കൂടുതൽ അവതാളത്തിലാക്കി. ഓണപരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് മാറ്റം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ഒരുപോലെയാണ് വെട്ടിലാക്കിയത്. തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജ. വിദ്യാഭ്യാസ മേഖല അഴിമതിയുടെ സ്രോതസ്സായി മാറിയെന്ന് പിണറായി വിജയൻ. പാഠപുസ്തക അച്ചടിയിലെ കെടുകാര്യസ്ഥത ബോധപൂർവമാണ്. പുസ്തകം എന്ന് കിട്ടുമെന്ന് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പറയാനാകുന്നില്ലെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. അഴിമതിയാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ നാടാകെ അതിനെതിരെ വന്നപ്പോ ആ അഴിമതി നടത്താനുള്ള അവസരം പൊളിച്ചു. ഇപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഏത് ദിവസം പാഠപുസ്തകം നൽകാൻ കഴിയുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു കാര്യം നിങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്, ഈ ഓണപരീക്ഷയ്ക്ക് മുൻപ് ഈ പാഠപുസ്തകങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. ഇടമലയാർ ആനവേട്ട വീഴ്ച വരുത്തിയ 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തുണ്ടത്തിൽ റേഞ്ച് ഓഫീസർ പി കെ രാജേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി സുനിൽകുമാർ, ഗാർഡ് പത്രോസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത്. കേസ് പുതിയ സംഘം അന്വേഷിക്കും. അതേസമയം തെളിവുകൾക്കായി വനപാലകർ കാട്ടിൽ തെരച്ചിൽ തുടരുകയാണ്. 250 പേരടങ്ങുന്ന തെരച്ചിൽ സംഘം 20 യൂണിറ്റുകളായാണ് വനത്തിൽ പ്രവേശിച്ചത്. തെരച്ചിലിന്റെ തുടക്കത്തിൽ തന്നെ തെന്നിവീണ് പരിക്കേറ്റ വനപാലകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായാട്ട് കഴിഞ്ഞ 1 വർഷത്തോളം പിന്നിട്ടതിനാൽ ആനയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്നാണ് വനപാലകർ തന്നെ പറയുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ജി ഹരികുമാർ കോടനാട് ക്യാമ്പ് ചെയ്താണ് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. കേസിന്റെ തുടക്കം മുതലുള്ള വസ്തുതകൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിലുള്ള മുഴുവൻ രേഖകളും വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കാട്ടിൽ നടത്തുന്ന പരിശോധന അത്യന്തം സാഹസികവും ശ്രമകരവുമാണെന്നാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. മഴക്കാലമായതിനാൽ പതിവിലേറെ അടിക്കാടുകൾ വളർന്നതും വഴിത്താരകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഇത്രയും വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടെ കേരളത്തിന്റെ വനമേഖലയിൽ നിന്ന് 20ഓളം ആനകളെ സംഘം വകവരുത്തി കൊമ്പുകൾ കടത്തിയെന്നാണ് സംഘാംഗമായ കുഞ്ഞുമോന്റെ മൊഴി. ഇതടിസ്ഥാനമാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഘത്തലവനായ കുട്ടമ്പുഴ വാസുവിനായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടക്കേക്കാട് പൂവാലനെ പെൺകുട്ടികൾ പിന്തുടർന്ന് പിടികൂടിയ സംഭവത്തിൽ പെൺകുട്ടികളുടെ പ്രതികരണം പീപ്പിളിനോട്. സുഹൃത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതികരിച്ചതെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. യുവാവ് സംഭവം നിഷേധിച്ചത് പ്രകോപിപ്പിച്ചെന്നും തുടർന്ന് ഇയാളെ പിന്തുടർന്ന് പിടിക്കുകയുമായിരുന്നുവെന്നും പെൺകുട്ടികൾ പറഞ്ഞു. തൃശൂർ വടക്കേക്കാട്ടാണ് പൂവാലനെ ഓടിച്ചിട്ട് പിടിച്ച പെൺകുട്ടികൾ തന്നെ കൈകാര്യം ചെയ്തത്. കൂട്ടുകാരിയെ തോണ്ടിയിട്ടും തെറ്റ് സമ്മതിക്കാത്തതിനാലാണ് ഇയാളെ തങ്ങൾ തന്നെ കൈകാര്യം ചെയ്തതെന്ന് പെൺകുട്ടികൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തൊഴിയൂർ ICA കോളേജ് വിദ്യാർത്ഥിനികളായ മറിയൻ ജമീലയും റെയ്ഹാനത്തും മോസേനയും ചേർന്നാണ് കൂട്ടുകാരിയെ ബസ്സിൽ ശല്യപ്പെടുത്തിയ എടപ്പാൾ തവനൂർ സ്വദേശി മുഹമ്മദിനെ കൈകാര്യം ചെയ്തത്. മുഹമ്മദ് തന്നെ തോണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെയാണ് ബസ്സിലുണ്ടായിരുന്ന ഇവർ ഇയാളെ പിന്തുടർന്നത്. പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഞരമ്പ് രോഗികളായുള്ളവർ ഇനിയുമുണ്ടായാൽ വേണ്ടവിധം കൈകാര്യം ചെയ്യുമെന്നും പെൺകുട്ടികൾ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ കാര്യം ഉണ്ടായി തോണ്ടിയെന്ന് പറഞ്ഞ് സൈഡിരിക്കുന്ന ആൾ തോണ്ടി പറഞ്ഞ് അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാള് ഒരുമാതിരി ആദ്യം അറിയാത്ത പോലെ ഞാനാ അങ്ങനത്തെ ഒരു നിലക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എതിർത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത കുറ്റം ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് സോറി എങ്കിലും പറയേണ്ടതല്ലേ, നിങ്ങൾ എന്ത് കാര്യത്തിൽ അറിഞ്ഞിട്ടില്ല എന്ന ഭാഗത്തിൽ അയാൾ നിൽക്കേണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അയാളെ ദേഷ്യം, അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ പ്രൊവോക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൂടുതൽ ദേഷ്യപ്പെടാൻ ചെയ്ത. പൊന്നാനിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയ ബസ്സിലായിരുന്നു സംഭവം. പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തുടർന്നപ്പോൾ മറ്റു പെൺകുട്ടികളും പ്രതികരിക്കാൻ തുടങ്ങി. ഇതോടെ യാത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. യുവാവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടികൾ കേസെടുക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് കോളേജിലേക്ക് മടങ്ങിയത്. പൂവാലിനെ കൈകാര്യം ചെയ്ത പെൺകുട്ടികളെ അനുമോദിക്കാൻ ഒരുങ്ങുകയാണ് കോളേജ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെയ്യാറ്റിൻകരയിൽ യുവ വ്യാപാരി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണി. വ്യാപാരിയായ ആന്റണിയെ പലിശക്കാരിയായ മേനംകുളം സ്വദേശിനി സോഫിയ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പീപ്പിൾ പുറത്തുവിട്ടു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആന്റണി ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവ വ്യാപാരിയായ ആന്റണി ആത്മഹത്യ ചെയ്തത്. 4 ലക്ഷം രൂപ മേനംകുളം സ്വദേശിനി സോഫിയിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് വാങ്ങിയിരുന്നു.
പണയം വച്ച 5 സെന്റ് വീടും സ്ഥലവും ആവശ്യപ്പെട്ട് ഗുണ്ടകളോടൊപ്പം എത്തി ഇവർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. അയ്യോ ഭായ് ഞാൻ പിറ്റേന്ന് അതല്ല ഭായ് ഞാൻ പിറ്റേന്ന് തന്നെ വിളിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് മാറ്റി. സോഫിയുണ്ട് ഞാൻ പറഞ്ഞ മറന്നു പോരുത്. നിങ്ങളുടെ പേര് ഏൽപ്പിച്ചു, നിങ്ങൾ അതേ വിശ്വാസത്തില് പ്രിൻസിനെ ഏൽപ്പിച്ചു. അപ്പം മറന്നുപോയി. ഞാൻ എന്തായാലും ഇത് ഒരുവിധമൊക്കെ ഈ വാടകക്കാർ കിടക്കണമെങ്കിൽ നമ്മൾ നോക്കാം. ന്യായമായിട്ടുള്ള വില വന്നാൽ അതപ്പോ തട്ടാൻ നോക്കും. ഇല്ല നിങ്ങൾ ഇത് കൊടുക്കല്ലേ. എനിക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ 40 കൊല്ലം വെച്ചിട്ടിരിക്കും. ഇത് വെച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ 40 കൊല്ലത്തെ ഇതും കെട്ടിപ്പിടിച്ചിട്ടിരിക്കും. ഞാൻ എന്തായാലും പോവേല്ലേ. ഞാൻ പൊക്കെ എനിക്ക് ഒന്നുകിൽ ഞാൻ അല്ല ഞാൻ പോകുന്ന വീടിനാണ് ഞാൻ പോകുന്നത്. നീ പോകും. ഞാനൊന്ന് പറയാം, ആന്റോ പോയിട്ട് ലീവിന് പണവും കൊണ്ട് വന്നിട്ട് തിരിച്ചെഴുതണവരെ ഈ വീടും ഈ സ്ഥലവും ഈ ഇരിക്കുന്നു നീ ഒരിക്കലും പ്രതീക്ഷിക്കും. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കരുത് കേട്ടോ. അതാണ് അതിന്റെ സംഗതി. ശബ്ദരേഖയിൽ പേരുണ്ടായിട്ടും വട്ടിപ്പലിശക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ഒഴിവാക്കാൻ ഭരണകക്ഷിയിലെ പ്രമുഖ മുന്നണി ഇടപെട്ടതായാണ് വിവരം. ഓപ്പറേഷൻ കുബേരയ്ക്ക് നേതൃത്വം നൽകുന്നവരും തെളിവെടുപ്പിന് പോലും എത്തിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. MR സജേഷ്, തിരുവനന്തപുരം. മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നടൻ ജഗതി ശ്രീകുമാർ എത്തി. ഉട്ടോപ്പിയിലെ രാജാവ് എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് ജഗതി എത്തിയത്. മമ്മൂട്ടിയും സഹതാരങ്ങളും ചേർന്ന് ജഗതിയെ സ്വീകരിച്ചു. മമ്മൂട്ടിയോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചാണ് ജഗതി മടങ്ങിയത്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും മറ്റൊരിടത്തേക്ക് വിശ്രമമില്ലാതെ കൃത്യമായ സമയം പാലിച്ച് ഓടിയെത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നടൻ ജഗതി ശ്രീകുമാറിന്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആ ഓട്ടം നിലച്ചിട്ട് 3 വർഷങ്ങൾ പിന്നിടുന്നു. എന്നാൽ മലയാളികളുടെ പ്രതീക്ഷയിലേക്ക് ജഗതി എന്ന മഹാനടൻ തിരിച്ചു വരുന്നുവെന്നതിന്റെ ശുഭസൂചകമായി അപകടത്തിന് ശേഷം ആദ്യമായി ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജഗതി എത്തി. പക്ഷേ അഭിനയിക്കാനല്ലെന്നു മാത്രം. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന ഉട്ടോപ്പിയിലെ രാജാവ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ജഗതി എത്തിയത്. തിരുവനന്തപുരത്തെ ജില്ലാ കോടതി പരിസരമാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. കഴിഞ്ഞ ദിവസം ജഗതിയെ കാണാൻ മമ്മൂട്ടി വീട്ടിലെത്തിയപ്പോൾ ജഗതിയെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. മരുന്നുകളോടൊപ്പം പഴയ സൗഹൃദങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും ജഗതിയെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുമെന്നാണ് സഹപ്രവർത്തകരുടെ വിശ്വാസം. സന്തോഷമാണോ എന്താ പറയണമെന്ന് അറിയില്ല. കാരണം സെറ്റിലേക്ക് നമ്മളിങ്ങനെ അമ്പിളിച്ചേട്ടനെ കണ്ടിട്ടേ ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണല്ലേ. അമ്പിളിച്ചേട്ട എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. ഇപ്പോൾ ഒരു ഷോട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അത് നോക്കിയായിരുന്നു. അതിൻ്റെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ അമ്പിളിച്ചേട്ടൻ എത്ര സൂക്ഷ്മമായിട്ട്. അപ്പോൾ മനസ്സിൽ ഇപ്പോഴും സിനിമ നിൽക്കുകയാണ്. ലൊക്കേഷനിലെത്തിയ ജഗതി 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. സംവിധായകന്റെ ടേക്കും കട്ടും കേട്ട് കാഴ്ചക്കാരനായിരുന്ന ജഗതി സഹപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും കുശലാന്വേഷണങ്ങളോടും പുഞ്ചിരിയിലൂടെയാണ് പ്രതികരിച്ചത്. അധികം വൈകാതെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിച്ചെത്തുമെന്ന മൗന സമ്മതം നൽകിയാണ് ജഗതി വീട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.